നമസ്കാരം. ഇന്ന് ഞാനിവിടെ തമിഴ്നാട്ടിലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് പൊങ്കലിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രഷർ കുക്കറിലേക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പ്, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അതേ കപ്പളവിന് 1 കപ്പ് പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുപയറിൻ്റെ കൂടെ 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം 6 കപ്പ് തിളച്ച വെള്ളം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 7 വിസിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയറും പച്ചരിയും എങ്ങനെ വെന്തിട്ടുണ്ടെന്ന് നോക്കാം. നല്ലപോലെ ഇവിടെ നോക്കൂ, വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് വരണം. ഇതിനെ നമുക്ക് സൈഡിൽ മാറ്റി വയ്ക്കാം. അതേ കപ്പളവിന് 1.5 കപ്പ് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നമുക്ക് ഫിൽറ്ററാക്കിയിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫിൽറ്റർ ചെയ്യുന്നത് മെയിനായിട്ട് വന്നിട്ട് മണ്ണൊന്നും പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് കുറച്ച് തിളപ്പിക്കാം. അപ്പോഴാണിത് മധുരമൊക്കെ നന്നായിട്ട് ബ്ലെൻഡായി വരുള്ളൂ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം, മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഞാൻ ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കി എടുത്തിട്ട് അണ്ടിപ്പരിപ്പിനും മുന്തിരിനെയും ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് സ്വീറ്റ് പൊങ്കലിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അമ്പലത്തിലത്തെ ആ ടേസ്റ്റും ഫ്ലേവറും വരാൻ വേണ്ടിയിട്ട് കുറച്ച് തുളസി ഇലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് പൊങ്കൽ റെസിപ്പി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട്ടോടെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ചെറുപയറിനെ ലോ ഫ്ലെയിമിൽ ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. എന്നിട്ട് പച്ചരിയും ചെറുപയറിൻ്റെ റേഷ്യോ വന്നിട്ട് 1:1 അപ്പോഴാണ് പൊങ്കൽ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. നമുക്ക് എന്നിട്ട് പച്ചരിനെയും ചെറുപയറിനെയും നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നവരെ വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊങ്കൽ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്